നെല്ലിക്കാൻ പോയി നൈറ്റ് റൈഡേഴ്സ് പടം കണ്ടു. ഹൊറർ കോമഡി ജോണറിലാട്ടോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോമിക്കൽ മീൻസ് എനിക്ക് അത്ര വർക്കായില്ല. ഈ ലാഫ് ഔട്ട് ലൈവ് ടൈപ്പ് കോമഡീസ് ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇച്ചിരി ഒരു ഹൊറർ മിസ്റ്ററി ഒരു ഹൊറർ ത്രില്ലർ ജോണർ പടമായിട്ടോ എനിക്ക് തോന്നിയത്. ഇതിൽ സ്റ്റാർ ചെയ്യുന്നത് നമ്മുടെ മാത്യു തോമസ്, ശാന്തനായിട്ട് അഭിനയിച്ച റോഷൻ ഷാനവാസ്, പിന്നെ ശരത് സഭ ഉണ്ട്. ശരത് സഭ എനിക്ക് ആദ്യം എനിക്കൊന്ന് ഈ പാലക്കാട് ഏരിയയിൽ പ്ലേസ് ചെയ്തേക്കുന്നതുകൊണ്ടായിരിക്കും പുള്ളീനെ ഇട്ടത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ പുള്ളി സൂപ്പർ ആയിരുന്നു കേട്ടോ. പക്ഷെ അത് പ്രോപ്പറായിട്ട് ജസ്റ്റിഫൈ ചെയ്തില്ല. നമുക്ക് അതിലോട്ട് വരാം. ഫീമെയിൽ ലീഡായിട്ട് വന്നിരിക്കുന്നത് മീനാക്ഷി ഉണ്ണികൃഷ്ണനാണ്, നമ്മുടെ വാഴ മൂവിയിലുള്ളത്. പടത്തിന്റെ ഫസ്റ്റ് ഹാഫിലോട്ട് വരുവാണെങ്കിൽ പടം പ്ലേസ് ചെയ്തേക്കുന്നത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ്. പിന്നെ ടൈം പീരീഡ് എന്ന് പറയുന്ന ഒരു 2000 തൊട്ട് 2005 എനിക്കൊന്ന് ആ ഒരു ഏരിയയിലാണ് ടൈം പീരീഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറെ അന്ധവിശ്വാസങ്ങളും ഈ വരുത്തുപോക്കിലൊക്കെ വിശ്വസിക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമം, അവിടെയാണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാമത്തില് എന്താ പറയാ, രാത്രിയില് ഒരു നൈറ്റ് റൈഡർ, അങ്ങനെ തന്നെ പറയണം. അപ്പം ആ ഗ്രാമത്തിൽ പിന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു എലമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാത്യുവിന്റെ ക്യാരക്ടറിന് ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട്. ആ ട്രോമ ഇവർ കാണിക്കുന്ന കുറച്ച് ഹൊറർ സീൻസ് ഉണ്ട്. അയ്യോ സൂപ്പർ ആയിരുന്നു. നമ്മുടെ ഈ പ്രോപ്പർ ജംപ് കേസ്, അത്യാവശ്യം പേടിച്ചിരിക്കാനുള്ള സാധനങ്ങളുള്ള നല്ല കിടിലൻ ഹൊറർ സീൻസ് ആയിരുന്നു. അതായിരുന്നു ഈ പടത്തിലെ എനിക്ക് തോന്നുന്നു ഈ മെയിൻ ഹൊറർ എലമെന്റ്. ഞാൻ നോർമലി എക്സ്പെക്ട് ചെയ്തത് ഈ നൈറ്റ് റൈഡർ ക്യാരക്ടർ ഉണ്ടല്ലോ, ഇയാളെ കാണിക്കുന്ന സീൻസ് ആയിരിക്കും ഹൊറർ വരുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ആ രംഗങ്ങൾക്കൊന്നും എനിക്ക് തീരെ ഇമ്പാക്ട് ഫീൽ ചെയ്തില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് എനിക്ക് ഡൗൺ ആയെന്ന് ഫീൽ ചെയ്ത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല്, മാത്യുവിന്റെ ക്യാരക്ടർ ഒരു ഹഞ്ചിന്റെ പുറത്ത് ഈ നൈറ്റ് റൈഡറിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പൊ തന്നെ അത് ഫുള്ളായിട്ട് റിവീൽ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും ബിൽഡ് ചെയ്ത് വെച്ച സാധനം ഇവർ പെട്ടെന്ന് കൊണ്ട് ബ്രേക്ക് ചെയ്ത പോലെ ഫീൽ ചെയ്തു. പിന്നെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് മാത്യുവിന്റെ ക്യാരക്ടർ ഇച്ചിരി ഒടിയുന്നുണ്ട്. പക്ഷെ അവിടെ എലിവേഷൻ കിട്ടിയേക്കുന്നത് നമ്മുടെ ശരത് സഭയുടെ ക്യാരക്ടറിനാട്ടോ. പുള്ളി ഒരു ചെറിയ മാർഷൽ ആർട്സിന്റെ സാധനമാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. പുള്ളി സൂപ്പറായിരുന്നു ശരത് സഭ ആ ഒരു ഏരിയയിൽ. പക്ഷെ ക്ലൈമാക്സ് ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും പുള്ളിയുടെ ക്യാരക്ടർ തീരെയില്ല. ഈ എലിവേറ്റ് ചെയ്ത് വെച്ച സാധനത്തിന് ഒരു പ്രോപ്പറായിട്ട് അവർ എൻഡ് ചെയ്തിട്ടില്ല. ഓവറോൾ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ മാത്യു തോമസിന്റെ റേഞ്ച് പുള്ളി ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. ഒരു പൈങ്കിളിൻ ഔട്ട് ട്രാക്ക് ഉണ്ട്, നല്ലോണം പേടിക്കുന്ന രംഗങ്ങൾ പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെന്റിമെന്റ്സ് അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പുള്ളിയുടെ ഒരു മാസ് ഹീറോ എലിവേഷൻ ഉണ്ട്, ഒരു ഹീറോ എലിവേഷൻ വരുന്നുണ്ട്. അത് പുള്ളി നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ ഫ്രെയിംസ് കേട്ടോ. ഫ്രെയിംസും ഈ പടത്തിന്റെ ലൈറ്റിങ്ങും എഡിറ്റിങ്ങും ഒരു രക്ഷയില്ല കേട്ടോ. ഒരു കുഞ്ഞ് പാലക്കാടൻ ഗ്രാമം 2000 ആ ടൈം ഫ്രെയിമിൽ സെറ്റ് ചെയ്തേക്കുന്ന നല്ല ഭംഗിയായിട്ടോ, സൂപ്പർ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടോ ഓരോ ഫ്രെയിംസും ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നൈറ്റ് ഷോട്ട്സ്, ചില പടങ്ങളിലൊക്കെ നമുക്ക് ഈ രാത്രിയിലത്തെ സീൻ ഒരു ഇരുട്ട് കാരണം ഒരു കുന്തവും കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഇറങ്ങിയില്ലേ സുമതി വളവിനകത്തെ നൈറ്റ് രംഗങ്ങളൊക്കെ എനിക്കൊരു ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല. പക്ഷെ ഇതിനകത്ത് അതേപോലെയല്ല, നല്ല സൂപ്പറായിട്ട് നൈറ്റ് ഷോട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കോസ്റ്റ്യൂംസ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും മാത്യു തോമസിന്റെ അതിനകത്ത് ഇടുന്ന കുറച്ച് ഷർട്ട് ഉണ്ട്, മറ്റേ 2 കളറുള്ള ഷർട്ട് ഉണ്ട്, അത് മിക്കവാറും അടുത്ത ട്രെൻഡ് ആവാൻ സാധ്യത. ഓവറോൾ പറയുവാണെങ്കിൽ ഒരു ഗുഡ് മൂവി, ഒരു ഗുഡ് ടു ആവറേജ് മൂവി എനിക്ക് അത്രയും ഫീൽ ചെയ്തുള്ളൂ. കുറെ നല്ല രംഗങ്ങളുണ്ട്, പക്ഷെ അതിന് പ്രോപ്പറായിട്ട് ജസ്റ്റിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് പടം ഇച്ചിരി ഡൗൺ ആയി പോയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കണ്ടാലും വലിയ നഷ്ടമില്ലാത്തൊരു മൂവി, നല്ലൊരു ഫിലിം ആട്ടോ. അപ്പം ബൈ.